ഹബീബായ നബി തങ്ങളുടെ സുന്നത്തവർ പിൻപറ്റി, സുന്നത്തവർ വലിച്ചെറിഞ്ഞില്ല. രണ്ടാമത്തെ വിജയമന്ത്രം അതാണ്. മൂന്നാമത്തെ കാര്യം ഏതറിയോ? തിലാവത്തുൽ ഖുർആനി, ഖുർആൻ പാരായണമാണ്. എപ്പോഴും ഖുർആനോതും, ധാരാളം ഖുർആനോതും, ഏത് സമയത്തും ഖുർആനോതും. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ അങ്ങനെയാണല്ലോ, വള്ളി ഫിലോസഫിക്കൽ ബുക്കല്ല ഖുർആൻ. ഖുർആൻ കേവലം തത്വശാസ്ത്രങ്ങൾ പറയുന്ന കിതാബ് മാത്രമല്ല. തത്വങ്ങൾ പറയുന്നു, ശാസ്ത്രങ്ങൾ പറയുന്നു, ഉപദേശങ്ങൾ പറയുന്നു. അതോടൊപ്പം അതിന്റെ ഓരോ അക്ഷരത്തിനും കൂലിയുമുണ്ട്. അതേ ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഫീഹി ശിഫാഉൽ ലിന്നാസ്, മനുഷ്യന്റെ ഐഹികവും പാരിത്രികവുമായ സകലമായ കാര്യങ്ങൾക്കും അതിൽ ശിഫയുണ്ട്. അതിന്റെ ഒരക്ഷരത്തിന് 10 കൂലിയാണ്. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വാഹിദ്. ഹബീബായ റസൂലുള്ളാഹി ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വാഹിദ് വലാകിൻ അർഫുൻ അലിഫുൻ അശ്റുൻ വലാമുൻ അശ്റുൻ വമീമുൻ അശ്റുൻ വഫീ റിവായത്തിൻ അലിഫുൻ അർഫുൻ വലാമുൻ അർഫുൻ വമീമുൻ ഹർഫുൻ. ഹബീബുനാ റസൂലുള്ളാഹ്. അലിഫ് ലാം മീം എന്നത് ഒരക്ഷരമല്ല. നമ്മൾ ഓതുന്നില്ലേ അൽ ബഖറാന്റെ തുടക്കത്തിലല്ലോ, അലിഫ് ലാം മീം അങ്ങനല്ല ഓതുന്നേ. ഏതോ ഒരു ചങ്ങ ആലമാന്ന് ഓതിനല്ലോ, ആലമാൻ. അള്ളകാത്ത അലിമാന്ന് ഓതാത്ത അങ്ങനെ ഓതല്ലേ, 10 കസറില്ലാതെ. ചില മനുഷ്യന്മാർ പണ്ട് 3ാം ക്ലാസ്സിലൊക്കെ പോയിനി, റബീഉൽ വന്നിട്ടാകുമ്പോ 3 ക്ലാസ് കൊണ്ടുപോയിനി. പിന്നെ ഈ ഭാഗത്തേക്ക് വന്നിട്ട പിന്നെ എന്ത് യാസീനി, എന്ത് അൽ ബഖറ, പിന്നെ അലിമാന്ന് ഓതാണ്ടിക്കോ. അതിന് അറബിയായിട്ട് ചെറിയൊരു ബന്ധങ്ങളും വേണമെങ്കിൽ ഒരു 7ാം ക്ലാസ്സെങ്കിലും മദ്രസ വരണം. അത് മലായികത്തീങ്ങളെ പ്രധാനപ്പെട്ടവരുടെ പേര് പഠിക്കാനല്ല, അക്ഷരങ്ങളും തിരിയാനെങ്കിലും. ഇത് ഉസ്താദ് എന്റെ കിടാവ് മതി, 7 ക്ലാസ് പോയി. 7ാം ക്ലാസ് പോയിട്ട് എന്താക്കി? വലക്കാക്കിയട. ഒന്ന് യാസീൻ വെച്ച് നാളെ മറ്റേ അത് ഓതണ്ടേ? നിന്റെ കബറും പുറത്ത് മനോരമല്ല ഓതണ്ടിയത്, ചന്ദ്രികല്ല ഓതണ്ടിയത്, അവിടെ സുപ്രഭാതമല്ല പാരായണത്, അവിടെ യാസീനാണ്. അത് ഓതാൻ അറിയണ്ടേ? അറിയണമെങ്കിൽ മദ്രസക്ക് വരണോ? അതിനാണ് ഈ ഹിഫ്ളുൽ ഖുർആൻ കോളേജും മദ്രസും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ ഈ സമ്പാദ്യങ്ങൾ ഈ ഉറൂസാക്കിയിട്ടും നേർച്ചാക്കിയിട്ടും ഈ പാവപ്പെട്ട മനുഷ്യന്മാർ ഇത്ര കഷ്ടപ്പെട്ടിട്ട് നാട്ടിന്റെ ജമാഅത്ത് കമ്മിറ്റിയും ഉറൂസ് കമ്മിറ്റിയും ഗൾഫ് കമ്മിറ്റിയും ഇത്രയെല്ലാം പൈസ ആക്കിയിട്ട് ഓർ കൊണ്ടിട്ട് ബാങ്കിലിടുന്നതല്ല, ഓർ കീസക്കിടുന്നതല്ല, ഇൽമിന് വേണ്ടി ചെലവാക്കുന്നു, നാടിന്റെ നന്മക്ക് വേണ്ടി ചെലവാക്കുന്നു. അള്ളാഹു അവർക്ക് ബർക്കത്തും ഖൈറും നൽകട്ടെ. സഹായിച്ച ഒരുപാട് പേരുണ്ട്. ഞങ്ങളെ പിന്നെ മക്കാമ കെട്ടിടത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ പലതും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവരുടെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കട്ടെ. അർഹമായത് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നൽകട്ടെ. കല്ലായി, മണ്ണായി, ജല്ലിയായി, പൂയിയായി, ഇരുമ്പായി, സിമന്റായി അതിനു വേണ്ടതൊക്കെയും ഏറ്റെടുത്തവരുണ്ട്. അല്ലാഹു അവരുടെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും കാര്യങ്ങൾ എളുപ്പത്തിൽ പൂർത്തിയാക്കി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ്. നിങ്ങളും അങ്ങനെ പൂവല്ലെങ്കിൽ പൂവിന്റെ ഇതള് എന്ന് പറയലില്ലേ, പൂവിന്റെ എസൾ എന്ന് പറയലില്ലേ, അതായത് 10 ലോഡല്ല, ഒരു 9 ലോഡെങ്കിലും നിങ്ങളും കൊടുക്കണം. എന്താണോ വേണ്ടത് ആ മഹദിയുടെ കരുണയുണ്ടാവും, ആ മഹദിയുടെ നോട്ടം ഉണ്ടാവും. അവർ അങ്ങനെയാണ്. അവിടെ പോയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അല്ലാഹു എളുപ്പത്തിൽ സ്വീകരിക്കും. ചിലയിടത്തൊക്കെ എത്തുമ്പോ കാര്യങ്ങൾ എളുപ്പത്തിലാക്കുമല്ലോ, അത് അല്ലാഹു അവരല്ലാക്കുന്നതല്ല. ഉമ്മമാര് ശ്രദ്ധിക്കുക. ഒരു കിടാവ് ഇവിടെ ഞങ്ങള് സ്റ്റേജിന്റെ അടുത്തുണ്ട്. ചെറിയൊരു പൂപ്പൈതല് ഒരു പെൺകുട്ടി ഇരിക്കി. അപ്പൊ അത് ആരാണ് എന്ന് ഒന്ന് വന്നിട്ട് അന്വേഷിച്ചാൽ ആ കിടാവിനെ അവരെ കയ്യിലേക്ക് എത്തും. എന്തോ അഭിപ്രായിപ്പ്. ചിലപ്പോ അതിന്റെ ആൾക്കാർ അവിടെയും തേടുന്നുണ്ടാവും, ആ പരിസരത്ത് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ടാവും. ചെറിയ പൈതലല്ലേ, അതിൽ പോയിട്ടുണ്ടാവും. ഇനി നല്ല ഉഷാറിലുണ്ട്, റാഹത്തുണ്ട്, ഒന്നും ടെൻഷൻ വേണ്ട, നല്ല ഹാപ്പി ആയിട്ടുണ്ട്. എന്നാലും നിങ്ങൾ വരി. കിടാവ് ആരാണോ മിസ്സായതെന്ന് അറിയാലോ. കിടാവ് മിസ്സായത് ഏതായാലും അറിയാതിരിക്കാലോ. മൊബൈൽ മിസ്സായെങ്കിൽ ചിലപ്പോൾ അറിയാതിരിക്കും, കിടാവ് മിസ്സായത് അറിയാം.
ഞാൻ കൂടുതലും ആ ഭാഗം പോകുന്നില്ല, ചില ഓവറായി തൗഫീഖ് നൽകട്ടെ. ഏതായാലും ഇൻഷാ അല്ലാഹ് ഞങ്ങൾ സ്റ്റേജിന്റെ അടുത്ത് തന്നെ ഉണ്ട്. ഇനിയിപ്പോ കിടാവിനും പിടിച്ചിട്ട് ഞങ്ങൾ പ്രിയപ്പെട്ട വോളണ്ടിയർ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നില്ല. പിന്നെ അത് നിങ്ങൾ എങ്ങോട്ടോ പോകും. അയാൾ സ്റ്റേജിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കിടാവിനെയും പിടിച്ചിട്ട്. അതിന്റെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇങ്ങോട്ട് വരിക. അള്ളാഹു ഞങ്ങളെ മക്കളെയും ഞങ്ങളെയും കാക്കട്ടെ. ഇത് കേട്ടോ, ഖുർആൻ നല്ലോണം ഓത്, ധാരാളം ഓത്. ഫീഹി ശിഫാഉൽ ലിന്നാസ്, അതിൽ മനുഷ്യർക്ക് ശമനമുണ്ട്. അതിന്റെ ഒരക്ഷരം ഓതിയാൽ 10 കൂലിയാണ്. അതുകൊണ്ട് സഹാബത്ത് ധാരാളം ഖുർആൻ ഓതിയവരാണ്. അവർ നല്ലോണം നബി തങ്ങളെ സുന്നത്ത് ഫോളോ ചെയ്തവരാണ്. അവർ സമുദായത്തിന്റെ ഐക്യം കാത്തുസൂക്ഷിച്ചവരാണ്. അതുപോലെ തന്നെ നാലാമത്തെ കാര്യം എന്തറിയാ, സഹാബത്തിന് ലോകമേറ്റെടുക്കാൻ, ലോകമാദരിക്കാൻ, ലോകത്തവർക്ക് വിജയമുണ്ടാകാൻ അവർ സ്വീകരിച്ച 4 കാര്യങ്ങളിൽ നാലാമത്തത് അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിലുള്ള ജിഹാദാണ്. ജിഹാദ് എന്ന് പറയുമ്പോ കത്തിയും വാളും പിടിച്ചിട്ടുള്ള യുദ്ധം മാത്രമല്ല, നന്മ കണ്ട് ഉപദേശിക്കല് ജിഹാദാണ്, തിന്മ വിരോധിക്കല് ജിഹാദാണ്. കുട്ടി കുപ്പായം അണിഞ്ഞിട്ട് LKGന്റെ കുട്ടിയുടെ കുപ്പായം അണിഞ്ഞിട്ട് കോപ്രായം കാട്ടിയിട്ട് പുതിയ പളമാറ് കോലം കെട്ടുമ്പോ അവിടെ നന്മ ഉപദേശിച്ചു കൊടുക്കല് നാട്ടുകാരുടെ ജിഹാദാണ്, കമ്മിറ്റിക്കാരുടെ ജിഹാദാണ്, യുവാക്കളുടെ ജിഹാദാണ്. ആ രീതിയിലുള്ള ആഭാസങ്ങൾ കാണുമ്പോ അതിൽ നിന്നിട്ട് മാറി നിൽക്കള് ഞങ്ങളെ ചെറുപ്പക്കാർ കാണിക്കുന്ന ജിഹാദാണ്. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള ധർമ്മസമരമാണ്. ഈ 4 കാര്യം സഹാബത്തിനുണ്ടായതുകൊണ്ട് സഹാബത്ത് ലോകത്ത് വിജയിച്ചു. അവര് ലോകമേറ്റെടുത്തു. അവർ തൊട്ടതെല്ലാം പൊന്നായി. നാടും വീടും കൂട്ടും കുടിലും എല്ലാം വിട്ടിട്ട് ഏതോ നാട്ടിലേക്ക് അവർ പോയിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടില്ല. അവർക്ക് ദുഃഖങ്ങളോ ദുരിതങ്ങളോ അനുഭവിക്കേണ്ടി വന്നില്ല. ഈ 4 കാര്യം അവർ കാത്തുസൂക്ഷിച്ചത് കൊണ്ടാണ്. അത് ഞങ്ങൾക്കും വേണം ആ 4 കാര്യം. ഈ 4 കാര്യം ഞങ്ങളിലുണ്ടെങ്കിൽ എന്റെ വാല കേൾക്കുന്ന വൈകക്കാരാ, പരിസരക്കാരാ, ഈ 4 കാര്യം ഞങ്ങളിലുണ്ടെങ്കിലും ഞങ്ങൾ ഒരാൾക്ക് തകർക്കാൻ കഴിയില്ല. ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല എന്ന് കണ്ടാൽ അള്ളാന്റെ ബർക്കത്ത് ഞങ്ങളിലേക്ക് അതാ വരാതിരിക്കില്ല. അതിൽ ഒന്നാമത്തത് ലുസൂമുൽ ജമാഅ, ഐക്യം നിലനിർത്തലാണ്. രണ്ടാമത്തത് ഇത്തിബാഉ സുന്ന, നബി തങ്ങളെ സുന്നത്ത് മുറുകെ പിടിക്കലാണ്. എപ്പോഴും തലമറക്കുന്നവരാവണോ, പൊന്നാര നബി തങ്ങളെ താടി വെക്കുന്നവരാവണോ. താടി വെച്ച താടി അങ്ങനെ ടാറിട്ട റോഡ് പോലെ വടിച്ചെടുക്കരുത്, അത് സുന്നത്തല്ല. ഇനി താടി വെച്ചാലും വെച്ചില്ലെങ്കിലും നരച്ച മുടിക്ക് പെയിന്റ് അടിക്കണ്ട, അത് പാടില്ല. അവന്റെ ഉളു കെടല, അവന്റെ കുളി കെടല, ജാഗ്രത. ഏതോ ആകട്ടെ സുന്നത്ത് മുറുകെ പിടിച്ചോ. 2 മൂന്നാമത്തത് ഖുർആൻ ഓദിക്കോ. നാലാമത്തത് അൽ ജിഹാദു ഫീ സബീലില്ലാഹ്. അധാർമികതക്കെതിരെ, അനിസ്ലാമികതക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അള്ളാന്റെ ദീന് കൽപ്പന പറയാത്ത കാര്യങ്ങൾ നടക്കുമ്പോ, പ്രവർത്തിക്കുമ്പോ അതിനെതിരെ ജിഹാദ് നടത്തലാണ്. ജിഹാദ് ചെല്ലുമ്പോൾ ചില മനുഷ്യന്മാർക്ക് എന്തോ ഒരു എന്ത് ജിഹാദ് അല്ലെങ്കിൽ കത്തിയും വാളും പലിച്ചിയും പിന്നെ AK-47 എടുക്കല. അങ്ങനെ എടുത്തിനെങ്കിൽ ഇവിടെ 800 കൊല്ലം മുസ്ലിമീങ്ങളെ ഭരിച്ചിനെ ഒറ്റൊന്നിന്റെ പൊടി കാണലേ തിരിഞ്ഞ നിൽക്കും. ജിഹാദും ചെല്ലിങ്ങ കത്തിയും വാളും തളുവാറും കുന്തവും ചാട്ടുളി എടുക്കലല്ല. അങ്ങനെ ആണെങ്കിൽ ജിഹാദി എന്നതിന് നീ ചാനലിൽ ഇരുന്നിട്ട് നിന്റെ വായിൽ വരുന്ന പൊട്ടാസ പറയും പോലെ ഈ അർത്ഥമാണ്. അതിനെങ്കിൽ 800 കൊല്ലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചത് ഈ സമുദായത്തിന്റെ രാജാക്കന്മാരാണ്. അതും ഔറംഗസീബിനെ പോലെ അള്ളാന്റെ മഹാന്മാർ, ഔലിയാക്കൾ.
ആരാണ് ഔറംഗസീബ്? ആരാണ് ഔറംഗസീബ്? സ്വന്തമായിട്ട് തൊപ്പി തുന്നിയിട്ട് അത് വിറ്റിട്ട് 3 നേരം ഭക്ഷണം കഴിച്ച ആളാണ് നാട് ഭരിക്കുന്ന ചക്രവർത്തിയായ മഹാനായ സൂഫിവര്യനായ ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇന്ത്യയിലെ രാജാവ്, ഇന്ത്യയുടെ രാജാവാണ്. അക്ബർ ചക്രവർത്തി പിന്നീട് റൂട്ട് മാറിയെങ്കിലും ആദ്യ അയാൾ ആരായിരുന്നു? എത്ര നല്ല മനുഷ്യനായിരുന്നു! മഹാനായ ഖാജ തങ്ങളുടെ ദർബാറിലേക്ക്, അജ്മീറിന്റെ മണ്ണിലേക്ക് ഡൽഹിയിൽ നിന്ന് കാൽനടയായി ചെരുപ്പ് ധരിക്കാതെ നഗ്നപാതനായി നടന്നുപോയി സിയാറത്ത് ചെയ്ത ആളാണ് അക്ബർ. പിന്നീട് അയാൾ തെറ്റി, അത് കുരുത്തക്കേടാണ്. അയാൾ അവിടെ ഖാജാന്റെ ദർഗയിൽ പോയിട്ട് ദുആയിരുന്നു. അതെ, ആരോ പറഞ്ഞു, മഹാനായ സൽമാ, പേര് ഓർക്കുന്നില്ല, വലിയൊരു സുഫിവര്യനായ ഒരു ജിഷ്തിയായ മഹാൻ പറഞ്ഞു, അക്ബർ ചക്രവർത്തി മക്കളില്ല, അക്ബർ ചക്രവർത്തിക്ക് മക്കളില്ല. അയാൾക്ക് വലിയ ബേജാറാണ്. കൈ നിറയെ സമ്പത്തുണ്ട്, നാട് നിറയെ അധികാരമുണ്ട്, എല്ലാമുണ്ട്, പക്ഷെ മക്കളില്ല. അപ്പൊ ഒരു മഹാൻ പറഞ്ഞു, ബേജാറാണ്ടാ, നേരെ ഖാജാന്റെ ദർഗയിൽ പോയിട്ടൊന്ന് ദ്വാരക്ക്. ഈ ദർഗയിൽ പോയിട്ട് ദ്വാരക്കൊണ്ട് ചെല്ലുമ്പോഴാണ് ചില അല്പന്മാർ, തലച്ചോറില്ലാത്ത മനുഷ്യന്മാർ പറഞ്ഞ, നിങ്ങൾ ദർഗയിലുള്ളവരെ അല്ലാക്കി, ദർഗയിലുള്ളവരെ അല്ലാക്കാൻ കഴിയുക, ദർഗയിലുള്ളവർ അല്ലാവോ? അങ്ങനെയാണെങ്കിൽ കാബത്തിന് ഞങ്ങൾ തവാഫല്ല ചെയ്യുന്നത്, അതിന്റെ അടുത്ത കാബ തവാഫ്, കാബ അല്ലാന്ന്. അല്ല, അത് നിങ്ങൾ ഇതാക്കുന്നതും ആടെ ഗുരുവായൂരപ്പന്റെ അമ്പലത്തിൽ പോയിട്ട് ഓറാക്കുന്നതും ഒന്നല്ലേ? അപ്പൊ ആ കണക്കിന് നീനും ചെല്ലേണ്ടി വരുമല്ല. ഇങ്ങനെ മധൂർ അമ്പലത്തിൽ പോയിട്ട് അവൻ ശിവലിംഗത്തെ ചുറ്റുന്നതും ഈടെ കാബാലയത്തിൽ പോയിട്ട് മഹാനായ അജ്റുൽ അസ്വദ് എന്ന പിന്നെ അള്ളാവിന്റെ ആ കല്ലിന് ചുറ്റുന്നത് ഒരുപോലെ നീ ചെല്ലേണ്ടി വരുമല്ലോ. ചെല്ലോ നീ ചെല്ലാൻ കഴിയില്ല. എന്തുകൊണ്ട്? അത് അള്ളാന്റെ അവതാരമല്ല, അത് അള്ളാന്റെ പ്രതിപുരുഷന്മാരല്ല, അത് ദൈവങ്ങളോ ദൈവാധാരങ്ങളോ അല്ല. പടച്ച റബ്ബ് പ്രത്യേകം പരിഗണിച്ച വ്യക്തികളോ സ്ഥലങ്ങളോ ആണ്. അവർ അള്ളാഹു ആദരിച്ചു. അവരുടെ ബർക്കത്ത് കൊണ്ട് തേടുന്നു, അത്രയേ ഉള്ളൂ. അള്ളാഹ് ആക്കുന്നില്ല. അല്ലത് ഒരുപോലല്ലേ? അപ്പൊ ഈ ചങ്ങായി അത് ഒരുപോലല്ലേ? ഏത് ഒരുപോലെന്ന് അവിടെ പോയിട്ട് സിയാറത്താക്കുന്നതും മറ്റോ അമ്പലത്തിൽ പോയിട്ട് പൂജാക്കുന്നതും ഒരുപോലെ എന്നാ. അവർ അവരുടെ ദൈവങ്ങളോട് ചോദിക്കുന്നു, ഞങ്ങൾ അള്ളാന്റെ മഹാന്മാരോട് തവസ്സുലാക്കിയിട്ടും മറ്റും അള്ളഹാനോട് ദ്വാരക്കുന്നു. ഒരുപോലെ ഞങ്ങളുടെ കാണാൻ ഒരുപോലെ നീ പറഞ്ഞേ. അങ്ങനെ കാണാൻ ഒരുപോലെ ആണെങ്കിൽ നാളെ മുതൽ നീ തുണി കൊടുക്കാനും പാടില്ല, നക്കമ വേണ്ടി വരും. കാരണം എന്താ? നാരായണൻ ഉടുക്കുന്ന നീ ഉടുത്ത പോലെ, ഗംഗാധരനും ഫാൻസ് ഇടുന്ന നീ ഇട്ട പോലെ തന്നെ. കാണാൻ ഒരുപോലെ അല്ല, നീ നക്കമ കുമ്പളല്ലേ? ഒരുപോലെ ഒഴിവാക്കാൻ പറ്റോ? ഒരുപോലെ എങ്ങനത്തെ ഒരുപോലെ നല്ല വിഷയം. ഞങ്ങൾ അവരെ ആരാധിക്കുകയല്ല, അവരെ ആദരിക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അവരെ ആദരിക്കുകയാണ്. ആദരിക്കപ്പെടേണ്ട ഒരുപാടുണ്ട്. ആദരിക്കപ്പെടേണ്ടവരെ നല്ല പോലെ ആദരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ 4 കാര്യം ജിഹാദ് എന്ന് പറയുമ്പോ ആരും ബാലെടുക്കണ്ട. അക്ബർ ചക്രവർത്തി, അയാൾ ഇന്ത്യ രാജ്യം ഭരിച്ച ആളാണ്. അജ്മീർ ഖാജാന്റെ ദർഗയിൽ ചെന്നിട്ട് ദ്വാരുന്നു, ഖാജ തങ്ങളെ തവസ്സുലാക്കിയിട്ട് ദ്വാരുന്നു. ഖാജാന്റെ കാൽച്ചുവട്ടിൽ നിന്നിട്ട് ഖാജയോടും പറഞ്ഞു, ഖാജ മക്കളില്ല, അതിനെന്തെങ്കിലും ഒരു വഴി പടച്ചവന്റെ പക്കത്ത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. തിരിച്ചു വന്നു. അങ്ങനെതാ ആ വന്ന ശേഷമുണ്ടായ ബന്ധപ്പെടലിൽ, ഭാര്യയുമായിട്ടുള്ള ബന്ധപ്പെടലിൽ ഉണ്ടായ കുഞ്ഞാണ് പിന്നീട് ഇന്ത്യ ഭരിച്ച ജഹാംഗീർ, ഷാജഹാൻ. താജ്മഹലിന്റെ ഉള്ളിൽ കിടക്കുന്ന ഷാജഹാൻ. മുംതാസ് ഓന്റെ ഓളൻ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞതിനറിഞ്ഞ ഇവരിൽ 800 കൊല്ലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചത് മാപ്പിള മക്കളാണ്. നിങ്ങൾ പറയും പോലെ ജിഹാദ് കത്തിയും വാളും തളുവാറും AK-47 AK-47 അല്ല. അതിനെങ്കില് ഇവിടെ ഒറ്റൊന്നിന്റെ പൊടി കാണട്ടിയ കാണലതിന്. പക്ഷെ എന്തുകൊണ്ട് ജിഹാദ് നീ പറയും പോലത്തതല്ല? ജിഹാദ് അതല്ല. ഇത് നീ അങ്ങനെ ചാനലിൽ നിന്നിട്ട് പറയുന്നു. നീ ശശികലാന്റെയും ആളെല്ലാം പ്രസംഗം കേട്ടിട്ട് അങ്ങനെ അർത്ഥം വെക്കുന്നത് മാത്രം. സത്യത്തിൽ ഈ കാണുന്ന അനാചാരങ്ങൾക്കെതിരെ, കാണുന്ന ഞങ്ങളെ മംഗല പന്തല്, ഞങ്ങളെ മംഗലം നടക്കുന്നവിടെ ബജാറുകളില്, ഞങ്ങളെ യുവാക്കൾക്കിടയിലുള്ള കള്ള് കഞ്ചാവിനെതിരെ ഇന്ന് കാണുന്നില്ല. ഇന്നൊരു വീഡിയോ കണ്ടു. സുബ്ഹാനല്ലാഹ്, ഇത്തിരി പോകുന്ന 10-16 വയസ്സിന്റെ ഒരു ചെറുപ്പക്കാരനാണ്, ചെക്കനാണ്, അതായത് SLC-കാരനാണ്. കീശയിൽ നിന്നിട്ട് ഇത്തിരി പോകുന്ന ഒരു പാക്കറ്റ് പോലീസ് എടുക്കുന്നു. നിങ്ങൾ വീഡിയോ കണ്ടോ? എന്തോ നിങ്ങൾ ഇവിടെ വാട്സപ്പ് ഫേസ്ബുക്ക് എന്തും ഇല്ലേ?
അതില്ലെങ്കിൽ നിനക്ക് 10ാമത്തെ വയൽ വേണമെന്നല്ല സ്വർഗത്തിലടക്കം. നീ 3 ഇന്നത്തത് കൂടി മതിയാക്കാം. ഈ ഫേസ്ബുക്കും വാട്സപ്പാണ് മനുഷ്യനെ ഹലാക്കാക്കുന്നത്, നരകത്തിലേക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഈ 10ാമത്തെ വയൽ വെച്ചത്. ഇത് ഇല്ലേ ഇട അൽഹംദുലില്ലാ, അള്ളാഹു തആലയ്ക്ക് ബർക്കത്തായിട്ട് ഏതുപാട്ട് അള്ളാഹു ഞങ്ങളെ മജ്ലിസൊക്കെ പോലാക്കട്ടെ. അനാചാരങ്ങൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ, വീട്ടിൽ നടക്കുന്ന വേണ്ടാവൃത്തികൾക്കെതിരെ, കല്യാണപ്പന്തലിൽ നടക്കുന്ന ആഭാസങ്ങൾക്കെതിരെ, ഉറൂസിന്റെ പേരിൽ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ പോലും ഞങ്ങൾ ജിഹാദ് നടത്തേണ്ടവരാണ്. സ്വന്തം ശരീരത്തിന്റെ ഇച്ഛകൾക്കെതിരെ ജിഹാദ് നടത്തേണ്ടവരാണ്. കണ്ടതെല്ലാം ആശിച്ചതെല്ലാം ഞങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ? നമുക്ക് എന്തെല്ലാം ആശയുണ്ട്. 10 ലക്ഷം ലോണ് കിട്ടിയെങ്കിൽ എനക്കും ആവുന്നുണ്ടോ? പ്രത്യേകിച്ച് പഞ്ചായത്തിന്റെ അത് പിന്നെ അവിടേക്ക് എന്താ മണ്ണാന്നല്ലോ, അത് അവിടേക്ക് എന്താ ലാപ്സാന്നല്ലോ, തിരിച്ചെന്തു കെട്ടയും വേണ്ടല്ലോ. എന്താ അതിനെ ആശിച്ചതെല്ലാം ഒരുമേങ്ങാൻ പറ്റുമോ? അതിനെതിരെ പൊരുത്തൽ ജിഹാദാണ്. ആ ജിഹാദ് കൈമുതലാക്കി നടന്നവരാണ് സഹാബത്ത്. അതാണ് അവരുടെ വിജയത്തിന്റെ മുഖമുദ്ര. അള്ളാഹു സഹാബത്തിന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ നന്നാക്കട്ടെ. അള്ളാഹു ഞങ്ങളെ കബൂലാക്കട്ടെ. ഇതുവരേക്കും പറഞ്ഞതിന്റെ ചുരുക്കം അള്ളാഹു തആല ആദരിക്കാൻ വേണ്ടി പറഞ്ഞതിനെ ആദരിക്കുക. ഇതെല്ലാം അള്ളാഹിന്റെ ശിആറുകളാണ്. പള്ളികൾ, ഇൽമിന്റെ മജ്ലിസുകൾ, മഹാന്മാരുടെ മഖ്ബറകൾ, മദ്രസകൾ, അലിമീങ്ങൾ, അവരെല്ലാം ബഹുമാനിക്കുക, പ്രായമുള്ളവരെ ആദരിക്കുക, നാടിന്റെ നേതൃത്വത്തെ ആദരിക്കുക, ഐക്യം കാത്തുസൂക്ഷിക്കുക, മുത്തുനബി തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിക്കുക, മഹാന്മാരുടെ മക്ബറകളുടെ ചാരത്ത് ബർക്കത്തുണ്ട്, അവിടെ ചെന്ന് സിയാറത്ത് ചെയ്യുക, അള്ളാഹിനോട് അവരെ പോലെ ആകാൻ വേണ്ടി പണിയെടുക്കുക, തേടുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാം. സമയം 11:15 ദ്വാരന്നിട്ടാകുമ്പോ ഒരു 11:40 ആവും. പെട്ടെന്ന് ബിരിയാണി. 1-2 കടലാസ് ആരും എണീക്കേണ്ട. 2 മണിക്കൂറിലേറെ അള്ളാന്റെ സ്വർഗത്തിന്റെ തോപ്പിലിരുന്ന നിങ്ങ ഇൻഷാ അല്ലാഹ് അതിനൊരു 10 മിനിറ്റ് 2:40 11:40 ആവേല 11:30 കൃത്യം ഇന്നലത്തെ പോലെ തന്നെ 1 മിനിറ്റ് അപ്പുറപ്രാവാല സമയത്തോടു കൂടി തീർക്കും. നമുക്കൊന്ന് ദുആരക്കാം. നമ്മളെ തടിയിൽ ഒരുപാട് രോഗങ്ങളില്ല. നമ്മളെ തടിയിൽ ഒരുപാട് രോഗങ്ങളില്ല. നമ്മളെ മനസ്സിൽ ഒരുപാട് ഉദ്ദേശങ്ങളില്ലേ? നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളില്ലേ? നമ്മളെ ആഖിറത്തെ പറ്റി നമുക്ക് വലിയ പേടിയില്ലേ? നമ്മളെ ഉമ്മ പാപ്പ മരിച്ചു പോയിട്ടില്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹുവിനോട് പറയാനുണ്ട്. നല്ല സമയമാണ് ഇത് പറയാൻ പറ്റിയ നേരം. റജബ് മാസമാണ്, സ്വർഗത്തിന്റെ തോപ്പാണ്, മണവാട്ടി ഉമ്മയുടെ ദർബാറാണ്. 40-ലേറെ മുഅ്മിനീങ്ങൾ കൂടിയ നല്ല ഇജാബത്തുള്ള ആമീൻ നടക്കുന്ന മജ്ലിസാണ്. എന്തുകൊണ്ടും ഞങ്ങളെ ദുആ അല്ലാഹ് തള്ളിക്കളയില്ല. അല്ലാഹ് കാരുണ്യവാനാണ്, അല്ലാഹ് കരുണക്കടലാണ്, അല്ലാഹ് ദയാലുവാണ്, അല്ലാഹ് കൃപാലുവാണ്. അവൻ ഞങ്ങളോട് ദുആരക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എത്ര പാപങ്ങൾ ചെയ്തവരാണെങ്കിലും എന്നോട് ദുആരക്കാനും മടി വേണ്ട. നിങ്ങൾ എന്നോട് ചോദിക്കും തോറും എനിക്ക് ഇഷ്ടമാണ്, ഇഷ്ടമാണ്, ഇഷ്ടമാണ്. അല്ലാഹ് പറഞ്ഞതാണ്. അവൻ നമുക്ക് അല്ലാഹുവോടൊന്ന് ചോദിക്കാം. അത് മഹാന്മാരെ മുൻനിർത്തി ചോദിക്കാം. അല്ലാഹു ഞങ്ങളെ ദുആ കബൂലാക്കട്ടെ. ഒരുപാട് ആൾക്കാർ പല പല കാര്യങ്ങൾക്ക് വേണ്ടി ദുആരക്കാൻ പൈസ തന്നിട്ടുണ്ട്. പല ഉദ്ദേശങ്ങളും പറഞ്ഞിട്ടുണ്ട്, എഴുതി തന്നിട്ടുണ്ട്. ഓരോന്നോരോന്ന് ഇവിടെ വായിക്കാൻ സമയമില്ല. അവരുടെ പേര് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും ഞാൻ അറിഞ്ഞില്ലെങ്കിലും ഇവിടെ അവർ എഴുതി തന്നത് വായിച്ചില്ലെങ്കിലും അവരുടെ പേരും അഡ്രസ്സും അല്ലാഹുവിന് അറിയാലോ. അല്ലാഹു അവരുടെ ഉദ്ദേശങ്ങളെ നിറവേറ്റി കൊടുക്കട്ടെ. അവർ തന്ന സംഭാവന അല്ലാഹ് കബൂലാക്കട്ടെ. ആയിഷ എന്ന സ്ത്രീ തൊണ്ടയിലെ ക്യാൻസറും മറ്റും മാറി കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ദുആരക്കാൻ ഇവിടെ 1000 ഉറുപ്പിക 1000 മക്കാമ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് 1000 ഉറുപ്പിക പടച്ചറബേ ആ സഹോദരിയുടെ ക്യാൻസർ എന്ന രോഗം പരിപൂർണമായും നീ ശിഫയാക്കണേ അല്ലാഹ്. ഡോക്ടർമാർ എന്ത് പറഞ്ഞാലും എത്ര മരുന്ന് കുടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞാലും ഒരു മരുന്ന് പോലും ഇല്ലാതെ ശിഫയാക്കാൻ നീ അർഹനാണല്ലോ റബ്ബേ. എല്ലാ ശിഫയും നിന്റെ അടുക്കലല്ലേ അല്ലാഹ്. ഈ കൂടിയ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട്, ആ മഹദിയുടെ ബർക്കത്തുകൊണ്ട്, ആ കൊടുത്ത സ്വതക്കയുടെ ബർക്കത്തുകൊണ്ട് ആ മഹദിയുടെ രോഗം നീ പരിപൂർണമായും ശിഫയാക്കണേ റബ്ബേ. ഞങ്ങളിലോ ഈ പറയപ്പെട്ടവരിലോ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലോ കുടുംബത്തിലുള്ളവരിലോ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവരിലോ ഈ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരോ അതിന്റെ കോശങ്ങളോ അണുക്കളോ ഉള്ളവരോ വിധിക്കപ്പെട്ടവരോ ഉണ്ടെങ്കിൽ ഈ നല്ല മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ അത് ശിഫയാക്കണേ അല്ലാഹ്. തട്ടി നീക്കണേ അല്ലാഹ്,
തട്ടി നീക്കണേ അല്ലാ. സാധുക്കളാണ് അല്ലാ, പാവികളാണ് അല്ലാ. താങ്ങാൻ കഴിയാത്ത രോഗങ്ങളോ ക്ഷീണങ്ങളോ പരീക്ഷണങ്ങളോ നീ ഞങ്ങൾക്ക് തരരുത് അല്ലാ, തരരുത് അല്ലാ, തരരുത് അല്ലാ. ദ്വാരക്കുകയാണ്. ദ്വാരന്നിട്ട് സലാത്ത് ചെല്ലാൻ എണീക്കുമ്പോ നിങ്ങൾ എണിച്ചങ്ങ് മതി. ഇപ്പൊ ആരും എണീക്കണ്ട, നല്ല മജ്‌ലിസ് അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. അങ്ങനെ എണീച്ചിട്ട് സലാത്തിലേക്ക് പോകുമ്പോ നീലിങ്ങനെ വന്നിട്ട് പോയെങ്കിലേ അത് മുസാഫത്തൊന്ന് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെങ്കില് മനസ്സ് പിടിച്ചലായിട്ട് തരണ്ട. ഇയാളത്തേക്ക് പോകുന്നല്ല, കൈ കൊടുക്കുന്നല്ല, എങ്ങനെ നമുക്ക് കൊടുക്കാണ്ടിരിക്കുന്ന 10 രൂപയെങ്കിലും എന്ന് പറഞ്ഞിട്ട് ബേജാറായിട്ട് തരണ്ട. നീ 1 കിലോ ബട്ടർ തന്നെ കൊണ്ടേ സാമ്പാറാക്കിട്ട് കൂട്ടും, അതന്നെ നല്ല. അല്ല തന്നത് അള്ളാഹ്ക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഉള്ളിൽ നല്ല ചന്തത്തിന്റെ തേട്. 20ഉം 10ഉം ഉണ്ടെങ്കിൽ 20 ഇട്. 100 200 ഉണ്ടെങ്കിൽ 200 മഞ്ഞയും 100 നീലയും ഉണ്ടെങ്കിൽ 200 ഇട്. അല്ല തന്നതല്ലേ, നാളെ അല്ല അതിന്റെ ഡബിൾ തരും. അതല്ല ഏറ്റതാണത്. അവൻ അതിന്റെ ഡബിളായി തിരിച്ചു കൊടുക്കും. നിന്റെ ബാങ്ക് ബാലൻസ് കാലിയാവേല, നിന്റെ അക്കൗണ്ട് ബുക്ക് ഒരിക്കലും എംടി ആവേല, നിന്റെ കീശ നാളെ ഗതിയില്ലാതെ പോവേണ്ടി വരല. അന്യവന്റെ മുമ്പിൽ യാചിക്കേണ്ട ഗതികേട് അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തവന് ഒരിക്കലും അല്ല വരുത്തല. അള്ളാഹു അവനെ മറന്നു കളയാത്ത സമ്പത്ത്, അവനിലേക്ക് ഏറെ അടുപ്പിക്കുന്ന സമ്പത്ത്, അവന്റെ ദീനിന്, കുടുംബത്തിന്, സ്വന്തത്തിന്, ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സമ്പത്ത്, ജോലി, കൂലി, ശമ്പളം എല്ലാം നൽകി അല്ലാഹു ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ ചൊല്ല്. അല്ലാഹു ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. തന്നത് അല്ലാഹു മരുന്നിന് ചെലവാക്കപ്പെടേണ്ട ഗതികേട്, കട്ടുകൊണ്ടുപോകപ്പെടുന്ന ഗതികേട്, അതല്ലെങ്കിൽ ഞങ്ങളെ പറ്റിച്ചു കൊണ്ടുപോകുന്ന ഗതികേട് അല്ലാഹു ഞങ്ങളെ സമ്പത്തിന് വരുത്താതിരിക്കട്ടെ. നിങ്ങൾ സലാത്ത് ചൊല്ലിട്ട് പോകുമ്പോ നല്ല രീതിയിൽ പറഞ്ഞു. അവിടെ പള്ളിന്റെ സൈഡിൽ കുറെ ആളുണ്ട്, പള്ളിന്റെ ഉള്ളിലുണ്ട്, അവിടെ നമ്മളെ കൗണ്ടറിലുണ്ട്. എല്ലാരും ചെറിയ ഒരു ഗിരിശപ്പെട്ട ബാല്യക്കാർ, നല്ലവരായ പ്രായമുള്ള നേതാക്കള്, സ്നേഹനിധികളായ പിഞ്ചുമക്കള്, എല്ലാരും ഒന്നിങ്ങനെ ഭരണം വന്നിട്ടൊന്ന് കൈ മുസാഫാത്ത് ചെയ്യണോ. അങ്ങനെ വരുമ്പോ നിങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ല തന്നത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ നീയത്തെല്ലാം കരുതിക്കോളി, നിങ്ങളെ മുറാദ് കരുതിക്കോളി, നിങ്ങളെ ആഖിറം കരുതിക്കോളി, നിങ്ങളെ ഉമ്മ ബാപ്പാനെ കരുതിക്കോളി. എല്ലാം കരുതിയിട്ട് നല്ലൊരു പൈസ എന്റെ കയ്യിൽ തരണം. ഇനി ഇല്ലെങ്കിലും സാരമില്ല, നിങ്ങൾ വരാണ്ടിരിക്കേണ്ട, ബേജാറാണ്ട. അള്ളാഹു ഞങ്ങളെ കൂടലും പിരിയലും അവൻ പൊരുത്തപ്പെട്ടവരമലാക്കട്ടെ. ഇൻഷാ അല്ലാഹ്. ദുആരക്ക് അൽഹംദുലില്ലാഹ്. ആമീൻ. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനായ രാജ സയ്യിദായ മുൽക്കുൽ ജബ്ബാറായ തമ്പുരാനെ ഞങ്ങൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും നീ ഒരു സ്വാലിഹായ മലാക്കണേ അല്ലാഹ്, നാഫിയായ ഇൽമാക്കണേ അല്ലാഹ്. പറഞ്ഞ എനിക്കും കേട്ടവർക്ക് നീ ഉപകാരപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ ഇൽമുന്നാഫിന്റെ ഖിദ്മത്തിന്റെ വഴിയില്, വിശുദ്ധ ഖുർആനിന്റെ ഖിദ്മത്തിന്റെ വഴിയില്, തഹ്ഖീഖോടെയുള്ള തഅല്ലുമിന്റെയും തഅലീമിന്റെയും തദ്രീസിന്റെയും വഅലിന്റെയും നസീഹത്തിന്റെയും വഴിയില്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ കർമ്മങ്ങളുടെ വഴിയില് ഏറിയ തൗഫീഖും ആയുസ്സും അവസരവും ആരോഗ്യവും ഇഖ്ലാസും ഇൽമുന്നാഫിയും ശബ്ദവും അവസരവും എല്ലാം നൽകി നീ ഏറ്റി തരണം തമ്പുരാന്. മഹദി മണവാട്ടി ഉമ്മയുടെ ചാരത്ത് മുഅ്മിനീങ്ങൾ കൂടിയ മജ്ലിസിൽ പരിശുദ്ധമായ റജബ് മാസത്തിന്റെ നല്ലൊരു നേരത്ത് നിന്നോട് ദുആരക്കുമ്പോ സാധുക്കളായ ഞങ്ങളെ കൽവിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് റബ്ബേ. ഞങ്ങളത് പറയാതെ ഓരോന്നോരോന്ന് ബയാനാക്കാതെ നീ അറിയുമല്ലോ അല്ലാഹ്. ഉള്ളിന്റെ ഉള്ളറകൾ അറിയുന്നവനാണ് നീ, അല്ലാമുൽ ഗുയൂബാണ് നീ, ആന്തരിക ജ്ഞാനിയാണ് നീ. ഞങ്ങളെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ നല്ല നിയ്യത്തുകളെ നീ പൂർത്തിയാക്കണേ അല്ലാഹ്. നിന്റെ പൊരുത്തത്തിലായി, നിന്റെ താഅത്തിലായി, നിന്റെ ഇബാദത്തിലായി, ഇൽമുൻ നാഫിന്റെ ഖിദ്മത്തിലായി ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് തൗഫീഖ് നൽകപ്പെട്ടവരായി ആരോഗ്യത്തോടെ, ഇസ്സത്തോടെ, അന്തസ്സോടെ, അഭിമാനത്തോടെ ഞങ്ങളെ ഉമ്മ ബാപ്പ, ഭാര്യ മക്കൾ, മക്കളുടെ,
ഞങ്ങളെ സഹോദരി സഹോദരന്മാർ, ഞങ്ങളെ കൂട്ടുകുടുംബക്കാർ, അയൽവാസികളുടെ, ഞങ്ങളെ ഉസ്താദുമാർ, ശിഷ്യന്മാർ, സഹപ്രവർത്തകരുടെ, ഞങ്ങളെ സഹായിച്ചവരുടെ, ഇവിടെ ഇരിക്കുന്നവരുടെ, ഇവിടെ ദുആരക്കാൻ സംഭാവന തന്നവരുടെ, ഈ നല്ല പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളെ കമ്മിറ്റി അംഗങ്ങളുടെ, പ്രവാസി സഹോദരങ്ങളുടെ, ഇവിടെ ദുആരക്കാൻ വേണ്ടി വസിയ്യത്ത് പറഞ്ഞവരുടെ, തിരിച്ചു വസിയ്യത്ത് പറയപ്പെട്ടവരുടെ എല്ലാ നിലക്കുള്ള ഉദ്ദേശങ്ങളും നീ നിറവേറ്റി തരണേ അല്ലാ. നിന്റെ പൊരുത്തത്തിലായിട്ടുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അപകടങ്ങൾ, അപകട മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, ക്യാൻസർ പോലെയുള്ള വലിയ വലിയ രോഗങ്ങൾ, ഷുഗർ, പ്രഷർ പോലെയുള്ള മാറാവ്യാധികൾ, ഹാർട്ട് അറ്റാക്ക്, ആക്സിഡന്റ് പോലെയുള്ള ദുരന്തങ്ങളെ തൊട്ട് നീ സലാമത്താക്കല്ലാ, കാക്കല്ലാ. രണ്ടു ലോകത്തും നിന്റെ മഹാന്മാരുടെ മഹദിയുടെ മദതും ബർക്കത്തും നൽകണേ അല്ലാ. ഞങ്ങൾക്കും ഈ പറയപ്പെട്ടവർക്കും ഞങ്ങൾക്കും ഈ പറയപ്പെട്ടവർക്കും ഈ ദുനിയാവിലും നാളെ പരലോകത്തും ആ മഹാന്മാരുടെ, ഈ മഹദിയുടെ മദതും ബർക്കത്തും ഷഫാഅത്തും നീ നൽകണേ അല്ലാ. ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ കാരണമായി, ഞങ്ങളെ ബുദ്ധിമോശത്തിന്റെ കാരണമായി, ഞങ്ങളെ പ്രവർത്തന ദൂഷ്യത്തിന്റെ കാരണമായി, ഞങ്ങളെ ഈമാനിന്റെ കമ്മിയുടെ കാരണമായി, ഞങ്ങളെ ഈമാനിന്റെ കുറവിന്റെ കാരണമായി അല്ലാ നീ ഞങ്ങളെ രണ്ടു ലോകത്തും ശിക്ഷിക്കരുത് അല്ലാ. നാണം കെടുത്തരുത് അല്ലാ, വഷളാക്കരുത് അല്ലാ, ഇസ്സത്ത് കേടിലാക്കരുത് അല്ലാ, പരീക്ഷിക്കരുത് അല്ലാ. സ്വാലിഹീങ്ങളായ മക്കളതാ അല്ലാ, തൽന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കല്ലാ, ആരോഗ്യമുള്ളവരാക്കല്ലാ, നല്ലവരാക്കല്ലാ, ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം കിട്ടുന്നവരാക്കല്ലാ. ഒരുപാട് കടങ്ങളുണ്ട് റബ്ബേ, കൊടുക്കാനും കിട്ടാനുമുണ്ട്. പടച്ച റബ്ബേ, ഈ മജ്ലിസിന്റെ ബർക്കത്ത് മുൻനിർത്തി തേടുകയാണ്, മഹദിയെ ഞങ്ങൾ തവസ്സുലാക്കി തേടുകയാണ്, ഈ മുഅ്മിനീങ്ങളെ ആമീന് മുൻനിർത്തി തേടുകയാണ്. കൊടുക്കാനുള്ളതിനും കിട്ടാനുള്ളതിനും ഹലാലായ മനസ്സും മാർഗവും വഴിയും നീ എളുപ്പത്തിൽ തുറന്നു തരണം തമ്പുരാനെ. ഹലാലായ മനസ്സും മാർഗവും വഴിയും നീ പെട്ടെന്ന് തുറന്നു കൊടുക്കണം തമ്പുരാനെ. ഹക്കടപാട് വെച്ചിട്ട് മരിക്കേണ്ട ഗതികേട് വരുത്തരുത് അല്ലാ. അവസാനം മരണം ഹൈറായി വരുമ്പോ മരണവേദനയില്ലാതെ സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് നല്ല നേരത്ത്, നല്ലവരുടെ ഹളറത്തില്, നല്ല സമയത്ത്, നല്ല ബോധത്തില് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നീ ഞങ്ങളെ ഈ പറയപ്പെട്ടവനെ മരിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, സ്വന്തമായി വീടില്ലാത്തവരുണ്ട്, വീട് പാതിവഴിയിലായവരുണ്ട്, വാടക റൂമിൽ കഴിയുന്നവരുണ്ട്, പാറിപ്പറക്കുന്ന കാക്കക്കുഞ്ഞിന് പോലും മനോഹരമായ വീട് നൽകിയവനാണ് നീ, കാരുണ്യവാനാണ് നീ, കരുണക്കടലാണ് നീ, ദയാലുവാണ് നീ. ഞങ്ങളെ എല്ലാ കാര്യവും നീ ചെയ്തു തരാൻ കഴിവും ശേഷിയുമുള്ളവൻ നീ മാത്രമാണല്ലോ. ഖൈറും ബർക്കത്തും സന്തോഷം സലാമത്തും നൽകുന്ന വീടും പറമ്പും ജോലിയും കൂലിയും എല്ലാം നൽകി നീ അനുഗ്രഹിക്കണം തമ്പുരാന്. അതിനുള്ള വഴിയും വാതിലും നീ എളുപ്പത്തിൽ തുറക്കണം തമ്പുരാന്. തന്നതിൽ ബർക്കത്ത് ചെയ്യല്ലാ. പടച്ചവനെ, ഞങ്ങളെ നാട്ടിലെ പ്രവാസികളെ ദുആരക്കാൻ പറഞ്ഞവര് അവരുടെ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. പ്രവാസികൾക്ക് നീ പ്രയാസങ്ങൾ കൊടുക്കരുത് അല്ലാ. ഞങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, നാടിന് വേണ്ടി, ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം കൊണ്ടും സമർപ്പിക്കപ്പെട്ടവരാണ് ഞങ്ങളെ പ്രവാസികൾ. ഇവിടെ കൂടാൻ ആശയില്ലാഞ്ഞിട്ട് അവിടെ ഇരുന്നതല്ല, മക്കളെ കാണാൻ കൊതിയില്ലാഞ്ഞിട്ട് അവിടെ ബാക്കിയായതല്ല. ജീവിതത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനാണ് റബ്ബ്. എല്ലാം നീ അവർക്കും ഞങ്ങൾക്കും എളുപ്പമാക്കി താല്ലാ, എളുപ്പത്തിലാക്കി താല്ലാ, റാഹത്തിലാക്കി താല്ലാ. ഗൾഫിൽ പോകാൻ ഒരുങ്ങുന്നവരുണ്ട്, പോയവരുടെ പോക്കെന്തോ പ്രശ്നത്തിലായവരുണ്ട്.
റബ്ബേ മഹദിയുടെ ബർക്കത്ത് കൊണ്ട് ഈ മുഅ്മിനീങ്ങളെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ യാത്ര നീ എളുപ്പമാക്കി കൊടുക്കണം തമ്പുരാനെ. ഖൈറിന്റെ വാതിൽ നീ എളുപ്പത്തിൽ തുറന്നു കൊടുക്കണം തമ്പുരാനെ. എല്ലാ ചിക്കും എല്ലാ അടതടകളും എല്ലാ തടസ്സങ്ങളും എല്ലാ പ്രയാസങ്ങളും മഹാന്മാരായ ബദരീങ്ങളെ ബർക്കത്തുകൊണ്ട് നീ തട്ടിമാറ്റണം തമ്പുരാനെ. എല്ലാം നീ അനുകൂലമായി അവർക്ക് നീ സൗകര്യപ്പെടുത്തി കൊടുക്കണം തമ്പുരാനെ. ഖൈറിന്റെ വാതില് ബർക്കത്തിന്റെ വാതില് മണവാട്ടി ഉമ്മർ റളിയല്ലാഹു അൻഹയുടെ ബർക്കത്തുകൊണ്ട് നീ അവർക്കും ഞങ്ങൾക്കും തുറന്നു തരണം തമ്പുരാനെ. ഞങ്ങൾ ഈ കൂടിയതിന്റെ, ഞങ്ങൾ ഈ പറഞ്ഞതിന്റെ, ഞങ്ങളെ ദുആയുടെ, ഞങ്ങൾ കൊടുത്ത സ്വതക്കയുടെ കൂലിയതിന്റെ മിഥില് തവാബ് ഞങ്ങൾക്ക് നൽകും പോലെ അണുമണി തൂക്കം പോലും കുറക്കാതെ കുറയാതെ ഞങ്ങളെ ഉമ്മാക്ക്, ഞങ്ങളെ വാപ്പാക്ക്, ഞങ്ങളെ പള്ളി മൈതാനിൽ മരിച്ചു കിടക്കുന്നവരിലേക്ക് മഹദി മണവാട്ടി ഉമ്മാക്ക് മുസ്തഫായ റസൂലുള്ളാഹി തങ്ങളിലേക്ക് എല്ലാ മുഅ്മിനാത്തുകളുടെ അർവാഹുകളിലേക്കും നീ എത്തിച്ചു കൊടുക്കണം തമ്പുരാനെ. അല്ലാഹുമ്മ അസ്ലിഹ് ഉമ്മത മുഹമ്മദീൻ, അല്ലാഹുമ്മ അഗ്ഫിർ ലി ഉമ്മതി മുഹമ്മദീൻ, അല്ലാഹുമ്മ അഇസ്സ ഉമ്മത മുഹമ്മദീൻ, اللهم استر عن أمة محمد، اللهم اجر أمة محمد، اللهم الطف بأمة محمد. ചെല്ലുന്നില്ലേ നിങ്ങ സലാത്ത് ചെല്ലുന്നില്ലേ? اللهم انصر أمة محمد، اللهم انصر أمة محمد، اللهم أهلك أعداء أمة محمد، اللهم فرق جماعة أعداء أمة محمد، اللهم فرق حكومة أعداء أمة محمد، اللهم وحد قلوب أمة محمد، اللهم ألف بين قلوب أمة محمد، اللهم اجمع بيننا وبين أمة محمد في دارك دار الأمان مع نبينا محمد. ഉദ്ദേശങ്ങളും മുറാദുകളെല്ലാം കരുതിക്കോളി. തടിയിലുള്ള രോഗങ്ങൾ, വേണ്ടപ്പെട്ടവരുടെ തടിയിലുള്ള രോഗങ്ങളെല്ലാം കരുതിക്കോളി. ഗൾഫും ജോലിയും കൂലിയെല്ലാം കരുതിക്കോളി. മരിച്ചുപോയ ഉമ്മ പാപ്പാനെ കരുതിക്കോളി. ഞങ്ങളെ മരണം, ഞങ്ങളെ ആഖിറം, ഞങ്ങളെ ഖബർ എല്ലാം കരുതിക്കോളി. എല്ലാം അല്ല ചന്തത്തിലാക്കണം, എല്ലാം അല്ല സലാമത്തിലാക്കണം, എല്ലാം അല്ല എളുപ്പത്തിലാക്കണം, എല്ലാം അല്ല റാഹത്തിലാക്കണം എന്ന് കരുതിയിട്ട് എന്റെ കൂടെ ചെല്ലും. യാ ലത്തീഫ് ഇരുന്നിട്ട് യാ ലത്തീഫ് ചെല്ലേ. യാ ലത്തീഫ് 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 യാ ലത്തീഫും ബിൽ ഇബാദ്. ബഹുമാനികളെ, ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, നിങ്ങളെപ്പോഴും ദ്വാരക്കുമ്പോ ആ നല്ല ദുആകളിൽ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തണം. പ്രത്യേകിച്ച് എന്നെയും എന്റെ കുടുംബത്തെയും നിങ്ങളെ നല്ല ദുആയിൽ ചേർക്കണം, മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഞങ്ങളെ ദുആയിൽ എപ്പോഴും നിങ്ങളും ഉണ്ടാവും. അല്ലാഹു സ്വാലിഹീങ്ങളെ ദുആയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബിഫല്ലി വരി, എല്ലാവരും വരി, എല്ലാവരും പൈസ ഉള്ളവരും ഇല്ലാത്തവരും സൈഡിലുള്ളവരും മീത്തുള്ളവരും എല്ലാവരും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.